തിരുവനന്തപുരം നഗരസഭാ മേയറുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പാർട്ടി മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കടിഞ്ഞാണിടും. അതിനൊരു അവസ്ഥ വിദൂരമല്ല. അത് മേയർ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. എല്ലാരും വിളിച്ചു. മേയറുടെ സ്ഥിരം ശൈലിയാണ് ഈ ഒരു ധാർഷ്ട്യം. അത് നഗരസഭയിൽ നമ്മുടെ ജനപ്രതിനിധികളോട് ഇതേ അവസ്ഥയിലാണ് പെരുമാറുന്നത്. ഒരു കത്ത് ഒപ്പിടാൻ പോയാൽ പോലും മുഖത്ത് നോക്കാത്ത ഒരു മേയറാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അത്യാവശ്യത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്തൊരവസ്ഥയാണ്. 10-12 കൊല്ലമായിട്ട് അവന് യാതൊരു മാറ്റമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് റാസ്കൽ. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. ഈ മേയർ സ്ഥിരം ശൈലി തന്നെയാണ് അവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള KSRT ജീവനക്കാരനോട് കാണിച്ചിട്ടുള്ളത്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. സ്ഥിരമായിട്ടുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇത് അവരുടെ സ്ഥിരം ശൈലിയാണ്, അവരുടെ പാർട്ടി പഠിപ്പിച്ച ശൈലിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. നഗരസഭയുടെ ഓരോ വരുന്ന ആളുകളോട് പോലും, അല്ലെങ്കിൽ ജനപ്രതികളോട് മാത്രമല്ല സാധാരണക്കാരനായിട്ടുള്ള ആളുകളോട് പോലും പെരുമാറുന്ന രീതി നിങ്ങൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഇപ്പം നമുക്ക് ഈ ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടി മേയർ തന്നെ അറിയപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് അറിവും പക്വതയൊക്കെ വരണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മെച്ചറാവും. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ചുമന്ന കൊടി എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്. അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്.